ഇന്ന് നമുക്ക് എന്തിനും ഒരു അപരനെ തരുന്ന ചൈനയുടെ പവലിയന് മുകളിലെ ഒരു കാഴ്ച കാണിച്ചു തരാം. കിരീടം പോലുള്ള പവലിയന് മുകളിൽ താഴെ നിന്ന് മുകളിലേക്ക് മഴ പെയ്യുന്ന പോലെ തോന്നിക്കുന്ന ഈ ലേസർ ലൈറ്റുകൾ നിന്ന് കഴിഞ്ഞാൽ പൊന്നീച്ചകൾ പറന്നു പൊങ്ങും. കണ്ണിൽ നിന്നല്ല കേട്ടോ. ഇവിടെ ദുബായിൽ ചൈന പവലിയൻ്റെ കിരീടത്തിന് മുകളിൽ ഏറെ വൈകാതെ തന്നെ കിരീടത്തിന് മുകളിൽ നിന്നും 150 പൊന്നീച്ചകൾ ഒന്നിച്ചു പറന്നുയർന്നു. പരസ്പരം തമ്മിലിടിക്കാതെ പട്ടാളച്ചിട്ടയോടെ പറന്നുയർന്ന 150 ഡ്രോണുകൾ. കാണെ അവ ആകാശത്തിലെ ക്യാൻവാസും ബ്രഷും ഒന്നുമില്ലാതെ തന്നെ ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. പല പല രൂപങ്ങൾ, ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെ പവലിയന് മുകളിൽ വട്ടമിട്ടാടി. കിരീടം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള ഷേപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതമായ ചൈനയിലെ ഒരു വിളക്കിൻ്റെ രൂപമാണ് ഇവർ ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പവലിയന് പേരിട്ടിരിക്കുന്നതും ലൈറ്റ് ഓഫ് ചൈന എന്നാണ്, ചൈനയുടെ വിളക്ക്. ശരിക്കും ഇതൊക്കെ ഇത്തേ കുഞ്ഞന്മാരായ 150 ഡ്രോണുകൾ ഒന്നിച്ച് പറന്നുയർന്നിട്ടാണ് എന്നതാണ് ഏറ്റവും വലിയ വിസ്മയം. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ഈ ഷോ നടക്കുന്നത്. ഞങ്ങൾ 3 പ്രാവശ്യം എക്സ്പോയിൽ പോയപ്പോഴും ചൈന പവലിയന് മുന്നിൽ കറക്റ്റ് 8 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പ്രാവശ്യവും ഷോ കൃത്യമായിട്ട് തന്നെ കാണാനും പറ്റി. 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾ പവലിയന് മുന്നിൽ കാഴ്ച കാണാൻ കയറുകയും സെൽവി നസീഫും ഷോ കാണാൻ വേണ്ടി പുറത്ത് നിൽക്കുകയും ചെയ്തു. പക്ഷെ 8 മണിക്ക് മുന്നേ തന്നെ പവലിയനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെൽവത്തും നസീഫിനും ഭാഗ്യമില്ലാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല, എന്തോ കാരണം കൊണ്ട് അന്ന് ഷോ നടന്നില്ല. എക്സ്പോയിൽ വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ചൈന പവലിയൻ്റെ മുന്നിൽ 8 മണിക്കുള്ള 150 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഷോകൾ മുടക്കരുത്. ഇത് നമ്മൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഇതിന് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഓക്കെ, ദിസ് ഇസ് മീ റഫീന സൈനിങ് ഔട്ട്. അടുത്ത പ്രാവശ്യം പുതിയ പവലിയനായിട്ട് വരാം.